ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങിനൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ രാവിലെ തന്നെ ഉടക്കിലാണ്, നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടേ. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിച്ച് കഴിഞ്ഞ് അവനെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ആശാൻ നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പതുക്കെ നമുക്ക് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ തന്നെ ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ അതിന് റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ മാമിയും അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ മാമീനെ വിളിക്കാൻ പോകാം കേട്ടോ. വീട്ടിൽ കൂടുതലിൽ പോകാൻ വേണ്ടിയിട്ട് മാമീൻ്റെ അടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമീനെ വിളിക്കാൻ പറഞ്ഞിട്ട് മാമീനെ വിളിക്കാൻ പോകാറുണ്ട് ഗൈസ്. മാമീനെ വിളിച്ചോണ്ട് പോയിട്ട് ഇപ്പം ആ ചളിയിൽ പോയി വീഴുന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ മാമീനെയൊക്കെ കൂട്ടി വീട്ടു കൂടലിനൊക്കെ പോയി വേഗം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് വെച്ച് ഞങ്ങൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ആശാൻ ഉറക്കമൊക്കെ കഴിഞ്ഞു, നല്ല പോലെ ഒന്ന് ഉറങ്ങിയിട്ടോ. ട്രൗസറൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ. അത് കാരണം ഞാൻ പുതപ്പെടുത്ത് കംപ്ലീറ്റ് പുതപ്പിച്ചതാണ്. സാധാരണ ഇവരെ ചെറിയ പിള്ളേരെ നമ്മൾ പുതപ്പിക്കുന്നത് വെറുതെയാണ്. നമ്മൾ പുതപ്പിച്ച് നമ്മളൊന്ന് അപ്പുറത്തോട്ട് തിരിഞ്ഞ് ഒന്ന് അപ്പുറത്ത് എവിടെയെങ്കിലും പോയി തിരിച്ചു വന്ന് നോക്കി ആ പുതപ്പല്ല ഇവർ കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ച് പുതപ്പുണ്ടാവും വേറെ സ്ഥലത്ത്, ഇവർ ഇതില്ലാതെ കിടക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു തണുപ്പത്തും ആശാന് ഫാന് മുഖ്യമാണ്. ഫാൻ കിടക്കയിൽ ബെഡിൽ കിടക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയാം ഫാൻ ഇടും. അതാണ് എൻ്റെ അടുത്ത് പറയാം. നല്ല തണുപ്പാണ് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ അവൻ ഫാൻ ഉണ്ടെങ്കിലേ അവൻ ഉറങ്ങുള്ളൂ. അതിപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. അത് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് അങ്ങനെ. പൊതുവേ ഞങ്ങൾക്ക് ഫാൻ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് അവനും. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് മൂപ്പര്. ഞങ്ങൾ ശശിറൊന്നും ഇട്ടിട്ടില്ല ഗൈസ്. ശശിറൊന്നും ഇടാതെ പുതപ്പ് മൂടി കിടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കുറേ നേരം ഉറങ്ങി. പിന്നെ ട്രൗസർ ഉടുപ്പിച്ച് ഞാൻ അവനെ പുറത്തോട്ട് കൊണ്ടുവന്നു. പുറത്ത് നല്ല മഴ പെയ്യാനായി നിൽക്കുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്. അത് കാരണം അമ്മ പുറത്തോട്ട് ഒന്നിനും പോവാണ്ട് കൊലയിലിരിക്കുകയാണ്. ഇവൻ അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, എൻ്റെ അടുത്തും വന്ന് ഓരോന്നും പറയുന്നുണ്ട്. ഞാൻ ചെയറിൽ മുന്നിൽ കസേറിൽ ഇരുന്നാൽ അപ്പം ഇവൻ വരും, എൻ്റെ മടിയിലോട്ട് കയറും. എന്നിട്ട് മടിയിൽ കയറുന്ന എൻ്റെ മുടി പിടിച്ച് വലിക്കുക, എന്തെങ്കിലുമൊക്കെ പറയുക. നമ്മളത് വെറുപ്പിച്ചാലും ആശാൻ വന്നിട്ട് ഞാൻ എന്നിട്ട് കയറാൻ സമ്മതിക്കുകയേ ഇല്ല. മഴയുണ്ട്, നല്ല മഴയാണോ? അതിന് കരയണതാണ് ഗൈസ് ഇത്, കയറാൻ സമ്മതിക്കാത്തതിന്. അമ്മോണ്ട് മൂത്രയിടാൻ പറയാം. അമ്മ മോര് കഴിക്കുന്നതാ. ചെല്ല്. അങ്ങനെ കുറേ നേരം കിടന്ന് കഴിഞ്ഞു. പിന്നെ ആശാൻപ്പിന് ചെറിയ രീതിയിലൊന്ന് മഴ പൊടിഞ്ഞു കേട്ടോ. മഴ പൊടിഞ്ഞ് അങ്ങ് പോയി. അന്നത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞതേ ഉള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ട് പെയ്തിട്ടൊന്നുമില്ല. എന്തായാലും അവർ ഇന്ന് വീട്ടിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവരെന്തായാലും രക്ഷപ്പെട്ടു. കാരണം ഉച്ചവരെ അത്യാവശ്യം മഴ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം വാശി പിടിച്ചതിന് ശേഷം ഞാൻ ആശാനെ എടുത്ത് മടിയിലിരുത്തി ഞാൻ ഇവനായിട്ട് സംസാരിക്കട്ടെ. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്തിനാ JCB കാണുന്നത്? മണ്ണോ? അയ്യേ, ചെറിയ മക്കൾ ഫോണ് കാണാൻ പാടില്ല. ഞങ്ങൾ അധിക നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാറ് ഇവിടെ കേട്ടോ. കൊലയിൽ ചേർന്ന മുകളിലിരിക്കുകയാണ് ചെയ്യാൻ. നമ്മുടെ മുന്നിൽ തന്നെ റോഡാണ്, പോക്കറ്റ് റോഡാണെങ്കിലും എപ്പോഴും വണ്ടികളാണ് കേട്ടോ. കാരണം അതൊരു ഷോർട്ട് കട്ടാണ് നമ്മുടെ മുമ്പിലൂടെയുള്ള റോഡ് എന്ന് പറയുന്നത്. അത് കാരണം എപ്പോഴും വണ്ടികളാണ്. ഇവൻ അങ്ങനെ റോഡിലോട്ട് അങ്ങനെ പോവാറില്ല, വളരെ റെയറായിട്ടേ പോവാറുള്ളൂ. പക്ഷേ പോകുമ്പോൾ എങ്ങാനും പോവാൻ നോക്കുകയാണെങ്കിൽ ശരി, നമ്മൾ ആരെങ്കിലും ഉണ്ടാവും മുറ്റത്ത്. അവൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും മുറ്റത്തുണ്ടെങ്കിൽ റോഡിൻ്റെ അടുത്തുണ്ടെങ്കിലൊക്കെ ഇവൻ അങ്ങോട്ട് പോകാറുള്ളൂ. അങ്ങനെ കുറേ കുറുമ്പും കുസൃതികളായിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അഡ്വിക്കുട്ടൻ വിത്ത് മമ്മി അല്ല കേട്ടോ, ഞാനും അവൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ.